ഹോർമുസിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇറാൻ ആരംഭിച്ചു. അമേരിക്കയുടെ സൈനിക കപ്പൽ ആക്രമിച്ച് തകർത്തതായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ഭാഗം അപ്പാടെ കത്തി അമർന്നു എന്നുള്ളതും മറ്റൊരു റിപ്പോർട്ടിനകത്ത് കപ്പൽ ഏറെക്കുറെ കടലിലേക്ക് താന്നു പോയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. സ്ഥിരീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതോടെ ഹോർമുസ് കടൽ പൂർണ്ണമായ രീതിയിൽ അടച്ചതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തന്നെ ഒമാൻ്റെ കടൽ തീരം ചേർന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ജോർദാന് നേരെയും കുവൈറ്റിനും ബഹ്റൈനും നേരെയും ആക്രമണം നടത്തിയതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ഒമാൻ്റെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഇറാൻ പറയുന്ന വിഷയം, ഒമാൻ്റെ അനുവാദത്തോടു കൂടി ഹോർമുസിൽ ഒമാൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് 2 സമാന്തര കപ്പൽ പാത അമേരിക്ക ഉണ്ടാക്കി. ഇത് പൂർണ്ണമായ രീതിയിലും നിയമവിരുദ്ധമാണ്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അത് കരാർ വ്യവസ്ഥയാക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയുടെ അടിസ്ഥാനത്തിൽ സമ്മതിക്കുകയും ചെയ്തതാണ്. അതിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി അയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് അമേരിക്കയുടെ കുരുട്ട് ബുദ്ധിയാൽ തോന്നുകയും ഒമാൻ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ തീരം ചേർന്നുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ആ തീരം ചേർന്നുകൊണ്ട് അമേരിക്കയുടെ സൈനിക കപ്പൽ പോകുന്ന സമയത്താണ് ആക്രമണം നടത്തിയത്. അതോടനുബന്ധിച്ച് തന്നെ സൈപ്രസിൻ്റെ പതാക ഏന്തിയ ഒരു കപ്പലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ വിവര കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കുവൈറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ബഹ്റൈനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം അമേരിക്കയുടെ 5ാം കപ്പൽ പട കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇതിൽ ഒമാൻ്റെ ഭാഗത്ത് പറയുന്ന കാര്യമാണ്, ഒമാനിലെ സൈനിക ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾക്കും അമേരിക്കൻ സൈനികർ ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾക്കും നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുകയും ഒരു ഭാഗം അപ്പാടെ തകർന്നു പോവുകയും ചെയ്തു. സൈനിക ബേസ് തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഒമാനും ഇറാനും. ആ ഒമാന് നേരെയും ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ ഈ കരാർ വ്യവസ്ഥയിൽ പൂർണ്ണമായിരിക്കുന്ന ഇടപെടൽ നടത്തിയിരിക്കുന്ന ഒമാൻ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്ന അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്. അത് തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് രീതിയിൽ പറയുകയും ചെയ്തു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്ന എല്ലാ കപ്പലുകളും, അതായത് സമാന്തര പാതയിലൂടെ പുറത്തോട്ട് പോകുന്ന കപ്പലുകൾക്കെല്ലാം അമേരിക്ക വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റാത്തതും അത്തരം പാത നിർമ്മിക്കുന്നത് തന്നെ കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. ആയതിനാൽ തന്നെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് മുജ്തബ അലി ഖംനായുടെ ഒരു ശക്തമായിരിക്കുന്ന പ്രസ്താവന പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: രാഷ്ട്ര നേതാവിൻ്റെ അതായത് അയത്തുള്ള അലി ഖംനായുടെ രക്തത്തിന് പകരം ചോദിക്കും. തങ്ങളുടെ കുട്ടികളെയും നേതൃത്വത്തെയും കൂട്ടക്കുരുതി നടത്തിയ ഇസ്രായേലിനോടും അമേരിക്കയോടും തങ്ങൾ പകരം ചോദിക്കാതിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ് വല്ലാതെ വൈകുന്നതിന് മുൻപ് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം ഉണ്ടായി. UAEയുടെ മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് പറയുന്നു, പക്ഷേ ഒരു സ്ഥിരീകരണ റിപ്പോർട്ട് വന്നിട്ടില്ല. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സൗദി അറേബ്യ ഒഴികെ ഏറെക്കുറെ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തങ്ങൾ ഇപ്പോഴും അണയ്ക്കാൻ പറ്റാത്ത വിധം ശക്തമായ രീതിയിലാണ് നിലനിൽക്കുന്നത് എന്ന് ബഹ്റൈനിലെ 5ാം കപ്പൽ പടയുടെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രസ്താവനയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെട്ട റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ചരക്ക് കപ്പലാണെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമണം നടത്തി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു നാവികനെ കാണാതായിരിക്കുന്നു, അതിനുവേണ്ടി തെരച്ചിൽ നടത്തുന്നു എന്നുള്ളതും 11ഓളം പേരെ ഒമാൻ ചേർന്നുകൊണ്ട്, ഒമാനും ഇന്ത്യയുടെ ഗാർഡ്സും ചേർന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഏത് വഴിക്കാണ് പോകുന്നത്, ഏത് കാരണത്താലാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണ റിപ്പോർട്ടൊന്നും ഇപ്പോൾ പുറത്തു വന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞത് ഏറെക്കുറെ ശാന്തമായ രീതിയിൽ തന്നെയായിരുന്നു ഹോർമുസ് പോയിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സമാന്തര പാത ഉണ്ടായി. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ മാത്രമല്ല വരിക. ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്:
നിരന്തരം കപ്പൽ സർവീസുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് സമാന്തര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന സമയത്ത് തങ്ങളുടെ മേഖലയിൽ നിന്ന് കപ്പലിനെ മാറ്റുകയും ആ ആധിപത്യം ഒമാനിലേക്ക് ചേർന്നുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്ത കാര്യങ്ങൾ അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരും കാലങ്ങളിൽ പോകും. സാധാരണഗതിയിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ അമേരിക്ക ചെയ്യാറുള്ള ചതിയാണ് അത് അവർക്ക് സ്വാധീനമുള്ള റൂട്ടിലേക്ക് അത് മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും ചെയ്തത്. കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ ആവർത്തനത്തിൻ്റെ ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രയാസം സൃഷ്ടിക്കുക, അഥവാ നേർക്കുനേരെ യുദ്ധം ചെയ്തുകൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ നിൽക്കുന്ന സമയത്ത് ഉൾട്ടാ പ്രവൃത്തി ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്താൻ നോക്കുക. അതായത് സാമ്പത്തികമായിരിക്കുന്ന തകർച്ച ഉണ്ടാക്കുകയും സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഗൾഫ് മേഖലയിൽ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പരമ്പര തന്നെ ഇറാൻ്റെ ഭാഗത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇതിന് അമേരിക്കയെ സംബന്ധിച്ചിട്ട് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രതികരിച്ചത് തന്നെയും വധിക്കാൻ വേണ്ടി ഇറാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ശക്തമായിരിക്കും തിരിച്ചടി നൽകും എന്നുള്ള മറുപടിയും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ വിഷയം കാര്യങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ഇറാൻ്റെ ഗവൺമെൻറ് എടുക്കുന്നില്ല. രാജ്യത്തിന് നേരെ വരുന്ന ആക്രമണം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇസ്രായേൽ ലെബനാൻ നടത്തുന്ന ആക്രമണം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. സർവ്വമേഖലയെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടാണ് മധ്യസ്ഥ ശ്രമം ഉണ്ടാക്കിയത്. ആ ശ്രമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമണം നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഖത്തറിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നാശനഷ്ടത്തെക്കുറിച്ച് വിവരങ്ങൾ വന്നിട്ടില്ല. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഖത്തർ മധ്യസ്ഥരാണ്, മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഏറ്റവും കൂടുതൽ നിഷ്പക്ഷത പാലിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഖത്തറിലുള്ള അൽദഫ്ര എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബഹ്റിനിൽ നിന്ന് വന്നിട്ടുണ്ട്, കുവൈത്ത് വന്നിട്ടുണ്ട്, ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ യു എയിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടോ യു എയിൽ നിന്നോ സൗദിയിൽ നിന്ന് അമേരിക്കക്ക് എയർബേസ് സ്വതന്ത്രമായിട്ടില്ല, പക്ഷേ വാടക എയർബേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ സൈനികരും വിമാനങ്ങളും യുദ്ധ സംവിധാന കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ നിരീക്ഷണ കാര്യങ്ങളും അതിൻ്റെ പരിശോധനാ കാര്യങ്ങൾക്കും സൗദി ഗവൺമെൻറ്റിന് അധികാരമുള്ള തരത്തിലാണ് അവർ തമ്മിലുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥ. മറ്റുള്ള രാജ്യത്ത് ഈ കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ ഇതുപോലെയുള്ള രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഈ മേഖല പരിശോധിക്കാനോ നിരീക്ഷിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും സാധിക്കുകയില്ല. അവിടെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് അമേരിക്ക പെരുമാറാറുള്ളത്. അതുകൊണ്ട് അവിടേക്കുള്ള പ്രവേശനമൊന്നും സാധ്യമല്ല എന്നുള്ള കാര്യം കൃത്യമാണ്. ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യ അവസ്ഥകൾ നോക്കുന്ന സമയത്ത് ഒരു പരിധിവരെ പറഞ്ഞാൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ട്രംപിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിരിക്കുന്ന ഒരു റൂട്ട് പാത ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഏത് തരത്തിലാണ് ഇറാനെ പരാജയപ്പെടുത്തേണ്ടത് എന്ന് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാ ഭാഗങ്ങളും നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഈ ഇറാൻ ഗവൺമെൻറ്റിനെതിരെ തിരിയും എന്ന് ഏറെക്കുറെ അമേരിക്കയുടെ പ്രസിഡന്റ് കണക്ക് കൂട്ടിയിരുന്നു. ആ റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ്. കാര്യം എന്ന് പറയുന്നത് യുദ്ധസമാന സാഹചര്യത്തിൽ എന്തിനാണ് ഖംനായിയെ പോലെയുള്ള ഒരു ആത്മീയ നേതാവിനെ അടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഗവൺമെൻറ് മുതിരുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമായ രീതിയിൽ തന്നെ ഉണ്ടാവും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 9-ാം തീയതി അടക്കം ചെയ്യേണ്ട ഖംനായി അടക്കം ചെയ്യേണ്ട ദിവസം തീരുമാനിച്ചപ്പോൾ 8-ാം തീയതി തന്നെ പ്രശ്നം ഉണ്ടാക്കി. ആ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലിലൂടെ ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും കപ്പലുകളെ കടത്തിവിടാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കുകയും ആ മേഖലയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇറാൻ ആക്രമിക്കുമെന്ന് 2 വെടിയാണ്, 2 പക്ഷിയാണ് ഒരു വെടിക്ക് അമേരിക്ക പിടിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ 2 പക്ഷി ചത്തുപോയി. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പൽ കടന്നു പോയാൽ പിന്നീട് വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ്റെ IRGCക്ക് സാധിക്കില്ലെന്ന് അവിടെ അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഖംനായി അടക്കം ചെയ്തത് 9-ാം തീയതിയാണ്. 8-ാം തീയതി തന്നെ ഈ വിഷയകാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ രീതിയിലുള്ള പ്രശ്നമായി വരും. അഥവാ ജനങ്ങൾ ഇറാൻ സർക്കാരിന് തന്നെ തിരിയും. കാര്യം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടി മൊസാദ് അടക്കമുള്ള സംഘവുമായി ചേർന്നുകൊണ്ട് വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പല മൊസാദ് അംഗം 30 മുതൽ 100 വരെ പറയുന്നുണ്ട്. അത്രയും ആളുകളെ 4-ാം തീയതി മുതൽ 9-ാം തീയതിൻ്റെ ഇടയിൽ ഇറാൻ്റെ
പേഴ്സണൽ ട്രോപ്പ് പിടികൂടിയിട്ടുണ്ട്. മൊസാദ് സംഘമാണ്, ഇസ്രായേലിന് ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ വിഭാഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് വധശിക്ഷ കൊടുക്കും എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഹോർമുസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ രീതിയിൽ അടച്ചു. അമേരിക്കയുടെ സൈന്യ കപ്പൽ ആക്രമിക്കപ്പെട്ടു. ഏത് കപ്പലത് പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഒമാനിലുള്ള അമേരിക്കയുടെ സൈനിക സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ അത് അപ്പാടെ തകർന്നു പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടും കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.